വാഗമൺ ഇടുക്കി കോട്ടയം ജില്ലയിലായി വ്യാപിച്ചുകിടക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണിത്. സമുദ്രനിരപ്പിൽ നിന്നും 1100 മീറ്റർ അടിയുയരത്തിൽ ചെയ്യുന്ന വാഗമണ്ണിൽ പൊതുവെ വളരെ തണുത്ത കാലാവസ്ഥയാണുള്ളത്. തേയിലത്തോട്ടങ്ങൾ, പുൽത്തകടികൾ, ഷോലമലകൾ, പൈൻമരക്കാടുകൾ, മൊട്ടക്കുന്നുകൾ തുടങ്ങിയവയാണ് വാഗമണിലെ പ്രധാന ആകർഷണം. ഇന്നത്തെ വീഡിയോയിൽ വാഗമണിൽ കാണാവുന്ന പ്രധാനപ്പെട്ട 9 സ്ഥലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഇനി നേരെ വീഡിയോയിലോട്ട് പോവാം. പൈൻ ഫോറസ്റ്റ്. വാഗമൺ യാത്രയിൽ നിർബന്ധമായും കാണേണ്ട ഒരു സ്ഥലമാണ് പൈൻ ഫോറസ്റ്റ്. വാഗമൺ ടൗണിൽ നിന്നും ഏലപ്പാറ റൂട്ടിൽ 6 കിലോമീറ്റർ യാത്ര ചെയ്താണ് പൈൻ ഫോറസ്റ്റിലേക്ക് എത്തുക. നിരയൊത്തു നട്ടു വളർത്തിയിട്ടുള്ള പൈൻ മരങ്ങളുടെ ഒരു കാടാണ് പൈൻ വാലി അഥവാ പൈൻ ഫോറസ്റ്റ്. ഇവിടേക്കുള്ള എൻട്രി ടൈം വരുന്നത് രാവിലെ 8:30 മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. എൻട്രി ഫീ വരുന്നത് വലിയൊരാൾക്ക് 10 രൂപയും കുട്ടികൾക്ക് 5 രൂപയാണ്. ഇവിടെ നിരവധി ഫിലിം ഷൂട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വെഡ്ഡിംഗ് ഷൂട്ടുകൾക്കും വളരെ പ്രശസ്തമാണ് ഈ സ്ഥലം. വാഗമൺ മെഡോസ് അഥവാ മുട്ടക്കുന്നുകൾ. വാഗമണിലെ പ്രധാന ആകർഷണങ്ങളൊന്നാണ് മൊട്ടക്കുന്നുകൾ. മുട്ടയുടെ ആകൃതിയിലുള്ള നിരവധി കുന്നുകളെ നമുക്കിവിടെ കാണാൻ കഴിയും. വാഗമൺ ടൗണിൽ നിന്നും 6 കിലോമീറ്റർ യാത്രയിലാണ് നമുക്കിവിടേക്ക് എത്തിച്ചേരുക. ഇവിടേക്കുള്ള എൻട്രി ടൈം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. എൻട്രി ഫീ വരുന്നത് ഒരാൾക്ക് 10 രൂപയാണ്, കുട്ടികൾക്ക് 5 രൂപയാണ്. വാഗമൺ മെഡോസ് കാണാൻ ഏറ്റവും നല്ല സമയം മഞ്ഞുകാലത്താണ്. വാഗമൺ മെഡോസിനടുത്തായിട്ട് ചെറിയൊരു ലേക്ക് കൂടിയുണ്ട്. സൂയിസൈഡ് പോയിന്റ് വാഗമൺ. വാഗമൺ ടൗണിൽ നിന്ന് 8 കിലോമീറ്ററാണ് സൂയിസൈഡ് പോയിന്റിലേക്കുള്ള ദൂരം. ഈ സ്ഥലം പാരാഗ്ലൈഡിംഗ് പോയിന്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. വാഗമണിൽ അമൃതമേട്ടിൽ ചെയ്യുന്ന മനോഹരമായ ഒരു വ്യൂ പോയിന്റാണിത്. ഈ സ്ഥലം വാഗമൺ ടൂർ പാക്കേജിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഒരു സ്ഥലം കൂടിയാണ്. ഇവിടേക്കുള്ള എൻട്രി ഫീ ആയിട്ട് വരുന്നത് ഒരാൾക്ക് 10 രൂപയാണ്. പാരാഗ്ലൈഡിംഗ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതിന് താല്പര്യമുള്ളവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണിത്. അതുപോലെ തന്നെ ട്രെക്കിങ്ങിനും അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണിത്. വാഗമൺ ടീ ലേക്ക്. വാഗമൺ ടൗണിൽ വളരെ അടുത്തായിട്ടുള്ള ഒരു ലേക്കാണിത്. ഏകദേശം 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ലേക്കിലേക്ക്. വളരെ മനോഹരമായ ഒരു ലേക്കാണിത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ബോട്ടിംഗ് ആണ്. അതുപോലെ കയാക്കിനുള്ള സൗകര്യം കൂടിയുണ്ട്. ഇവിടേക്കുള്ള എൻട്രി ടൈം വരുന്നത് രാവിലെ 8:30 മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. എൻട്രി ഫീ ആയി വരുന്നത് വലിയൊരാൾക്ക് 10 രൂപയും കുട്ടികൾക്ക് 5 രൂപയാണ്. നിരവധി ഫിലിം ഷൂട്ട് ചെയ്ത സ്ഥലം കൂടിയാണിത്. കൂടാതെ ലേക്കിനടുത്തായി നമുക്കൊരു വീടും കാണാം. തങ്ങൾപ്പാറ. വാഗമൺ പൈൻ ഫോറസ്റ്റിൽ നിന്ന് 3 കിലോമീറ്ററും വാഗമൺ ബസ് സ്റ്റോപ്പിൽ നിന്ന് 7 കിലോമീറ്റർ അകലെ വാഗമണിലെ കോലാമേട്ടിൽ ചെയ്യുന്ന ഒരു പുണ്യസ്ഥലമാണ് തങ്ങൾപ്പാറ. ഒരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായ തങ്ങൾപ്പാറ സമുദ്രനിരപ്പിൽ നിന്ന് 2500 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗോളാകൃതിയുള്ള ഒരു പാറയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ ഒരു ചെറിയ പ്രാർത്ഥനാ കേന്ദ്രം കൂടിയുണ്ട്. കൂടാതെ വിനോദസഞ്ചാരികൾക്കും ഇവിടം സന്ദർശിക്കാൻ അനുവാദമുണ്ട്. ഇവിടേക്കുള്ള എൻട്രി ടൈം രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. കുരിശുമല. ഇതൊരു ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമാണ്. വാഗമൺ ടൗണിൽ നിന്ന് 6 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. വലിയൊരു കുന്നിൻ മുകളിലാണ് കുരിശുമല സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നടന്ന് മാത്രം നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. കുന്നിൻ മുകളിലെത്തിയാൽ വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇവിടേക്കുള്ള എൻട്രി ടൈം വരുന്നത് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. മുരുകൻ മല. കുരിശുമലയുടെ അടുത്തായിട്ട് തന്നെയാണ് മുരുകൻ മലയും സ്ഥിതി ചെയ്യുന്നത്. മുരുകൻ മലയും കുന്നിന് മുകളിൽ ആയത് തന്നെ നടന്നു വേണം അങ്ങോട്ട് എത്തിച്ചേരാൻ. മുരുകൻ മലയിലേക്ക് പോകുമ്പോൾ പാറയുടെ മുകളിലായിട്ടൊരു മയിലിൻ്റെ വിഗ്രഹമാണ് ആദ്യം കാണാൻ കഴിയുക. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു അമ്പലം കൂടിയുണ്ട്. മുരുകൻ മലയിലേക്ക് പോകുന്ന വഴിയും അതുപോലെ മുകളിലെത്തിയാൽ വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക.
മർമല വാട്ടർഫാൾ തീക്കോയിൽ നിന്ന് 9 കിലോമീറ്ററും ഈരാറ്റുപേട്ടയിൽ നിന്ന് 13 കിലോമീറ്ററും അതുപോലെ വാഗമണിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയാണ് മർമല വാട്ടർഫാൾ. ഒരു സ്വകാര്യ റബ്ബർ എസ്റ്റേറ്റിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മർമല വെള്ളച്ചാട്ടം മീനച്ചിൽ നദിക്ക് മുകളിലായിട്ടാണ് രൂപപ്പെടുന്നത്. ഇവിടേക്കുള്ള എൻട്രി ടൈം വരുന്നത് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 5:30 വരെയാണ്. ഇവിടെയുള്ള വെള്ളച്ചാട്ടത്തിന് ഏകദേശം 200 അടി ഉയരമുണ്ട്. ഇവിടേക്കുള്ള എൻട്രി ഫ്രീ ആണ്. വാഗമണിൽ നിരവധി റിസോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. വാഗമൺ നാഷണൽ ജോഗ്രഫിക് ട്രാവൽ ഉൾപ്പെടുത്തിയ 10 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. വാഗമണിൽ ഇപ്പോൾ നിരവധി റിസോർട്ടുകളുണ്ട്. വാഗമൺ യാത്രയിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഒരു സ്ഥലം തന്നെയാണ് റിസോർട്ടുകൾ. നിരവധി പാക്കേജുകളുള്ള റിസോർട്ടുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. സഞ്ചാരികളുടെ ഇഷ്ടപ്പെട്ട കേന്ദ്രമായ വാഗമണിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഇവിടേക്കുള്ള റൂട്ട് വരുന്നത് കോട്ടയം ഇടുക്കി ജില്ലയിലെ അതിർത്തിയിൽ ഈരാറ്റുപേട്ടയിൽ നിന്ന് 25 കിലോമീറ്റർ യാത്ര ചെയ്തലാണ് വാഗമണിലെത്തുക. ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.